ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഏതാണ്ട് അവസാനിച്ചു. ഇതാണ് ലോകത്തിന് മുന്നിലുള്ള ഒരു ചിത്രം. ഇസ്രയേൽ അവിടെ നിന്ന് പിൻവാങ്ങുന്നു. എന്നിട്ട് ഗസയിൽ വീണ്ടും ചില ആക്രമണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. ഹമാസിനെ തീർക്കാൻ ശ്രമിക്കുന്നു. യമനിലേക്ക് പോകുന്നു. ഹൂത്തികളുമായിട്ട് നേരിട്ടുള്ള ആക്രമണമൊക്കെ നടത്തുന്നു. പക്ഷേ ഇതിനിടയിലും ഇറാനിൽ നിശബ്ദമായ ചില ആക്രമണങ്ങൾ നടക്കുന്നു. അതായത് ചില വീടുകളിലെ വയറിങ് അതൊക്കെ പൊട്ടിത്തെറിക്കുന്നു. അതുപോലെ തന്നെ ഷൂ ഫാക്ടറിയിൽ ചെറിയ സ്ഫോടനം ഉണ്ടാകുന്നു. തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ പൊട്ടിത്തെറി നടക്കുന്നു. കാറുകൾ നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് ചില തീപിടുത്തം അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടാകുന്നു. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇസ്രയേലിൻ്റെ ഏതെങ്കിലും സാന്നിധ്യം ഉണ്ടോ? ഇല്ല, ഇസ്രയേൽ അവിടെ ഇല്ല. പക്ഷേ ഇറാൻ കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നു. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ അതുപോലെ തന്നെ തീപിടുത്തങ്ങളൊക്കെ തന്നെ ഇറാനിൽ ഉണ്ടാകുന്നു. അത് അപ്പാർട്ട്മെൻറ്റിൽ സംഭവിക്കുന്നു, ചെറിയ ഫാക്ടറികളിൽ, ചെറിയ കടകളിൽ, വീടുകൾക്കുള്ളിൽ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ സംശയാസ്പദമാണ്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ മൊസാദിന് പങ്കുണ്ടോ എന്നാണ് സംശയം ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം ഒരു ഉദ്യമവുമായിട്ട് മൊസാദ്, അതായത് ഇസ്രയേലിലെ രഹസ്യാന്വേഷണ സംഘം, അവർ ഇറങ്ങിത്തിരിച്ചാൽ അവർ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്മാറുകയുള്ളൂ. അപ്പോൾ ഇറാനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച മൊസാദിൻ്റെ സംഘങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്നാണ് സംശയിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ ദിവസവും സംഭവിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഉണ്ടാകുന്നത് 2 സ്ഫോടനം, അടുത്ത ദിവസം ഉണ്ടാകുന്നത് 2 തീപിടുത്തം, അതിനടുത്ത ദിവസം 1 സ്ഫോടനവും 1 തീപിടുത്തവും. അപ്പോൾ ഇങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ ഇറാനിൽ പലയിടത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് ഇറാൻ ഭരണകൂടത്തിന് ചില സംശയങ്ങൾ ഉണ്ടായത്. കാരണം ഇത്തരത്തിൽ വലിയ സ്ഫോടനങ്ങളോ വലിയ ആക്രമണങ്ങളോ ഉണ്ടായെങ്കിൽ മാത്രമേ അത് രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളത് മൊസാദിൻ്റെ ഒരു തന്ത്രമാണ്. നമുക്കറിയാം, ഹിസ്ബുള്ളയെ തകർക്കാനായിട്ട് അവർ നടത്തിയ പേജർ ആക്രമണം. ഈ പേജർ ആക്രമണം എന്ന് പറയുന്നത് ലോകത്ത് മുമ്പ് ഒരു രാജ്യവും കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു യുദ്ധതന്ത്രമായിരുന്നു. എന്തിന്? ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവ് ഇറാനിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ വലിയ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോഴാണ് ഇസ്രയേൽ വന്നിട്ട് അവരെ തീർക്കുന്നത്, അല്ലെങ്കിൽ മൊസാദ് തീർക്കുന്നത്. അത്തരം യുദ്ധതന്ത്രങ്ങൾക്ക് ലോകത്ത് ഇത്രയധികം പേര് കേട്ട മൊസാദിൻ്റെ സാന്നിധ്യം അവിടെയുണ്ടോ? IRGCയിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണ്, ഇത്തരത്തിലുള്ള ദുരൂഹമായ തീപിടുത്തങ്ങൾക്കും അല്ലെങ്കിൽ പൊട്ടിത്തെറികൾക്കുമൊക്കെ പിന്നിൽ മൊസാദിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം. അപ്പം IRGCയിലെ ഉദ്യോഗസ്ഥർ ഇത് പറയുമ്പോഴും ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാലപ്പഴക്കം മൂലം ഉണ്ടാകുന്നതാണ്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഗ്യാസ് ചോർച്ച, മാലിന്യ കൂമ്പാരത്തിലുണ്ടാകുന്ന തീപിടുത്തം, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ മനഃപൂർവ്വം ചില നീക്കങ്ങൾ ആരൊക്കെയോ നടത്തുന്നു എന്ന് ഇറാൻ വിലയിരുത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, മൊസാദ് കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ്, അത് പേർഷ്യൻ ഭാഷയിലുള്ളതാണ്. അതിനകത്ത് ചില കുറിപ്പുകൾ വരുന്നു. അതിനകത്ത് ഇങ്ങനെയാണ്, അതായത് ദുരാത്മാക്കളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാനായിട്ട് പരമ്പരാഗതമായി വിശ്വസിക്കുന്ന ഈ എസ്ഫാൻഡ്, അതായത് കത്തിക്കുന്ന ഒരു സാധനം, ഈ എസ്ഫാൻഡ് കത്തിക്കാനായിട്ട് ഇറാനിയൻ ജനതയെ ഉപദേശിക്കുന്നു. ഒരു എക്സ്പോസ്റ്റാണ്. ഇത് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം പറയുകയാണ്, സ്ഫോടനത്തിന് പിന്നാലെ സ്ഫോടനങ്ങൾ ഇറാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കേണ്ടതാണ്. വളരെയധികം ക്രമരഹിതമായ സംഭവങ്ങൾ നടക്കുന്നു. ഇതും ഈ മൊസാദ് കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റാണ്. ഇതും ഇറാനിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് മൊസാദിൻ്റെ ഒരു സാന്നിധ്യം, മൊസാദിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകാം. അതായത് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തുകയും പിന്നീട് ട്രംപ് ഇടപെട്ട് ഈ യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തിയെങ്കിലും അവിടേക്ക് മൊസാദ് ചാരന്മാർ കടന്നു കയറിയ വിവരം നമുക്കറിയാമായിരുന്നു. അങ്ങനെയാണ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനൊക്കെ സാധിച്ചത്. അപ്പം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന കേന്ദ്രങ്ങൾ, ആണവ ശാസ്ത്രജ്ഞന്മാർ, അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർ, അവരെയൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ആക്രമണം ഇസ്രയേൽ അവിടെ നടത്തിയിരുന്നു. ഇതിനുശേഷം അവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കപ്പെട്ടു. ഈ അരാജകത്വം സൃഷ്ടിക്കപ്പെട്ടെങ്കിലും പിന്നീട് അവിടെ വെടിനിർത്തൽ ഉണ്ടായതോടുകൂടി ഏതാണ്ട് സമാധാന അന്തരീക്ഷം കൈവന്നിരുന്നു. പക്ഷേ വീണ്ടും തുടർച്ചയായ സ്ഫോടനങ്ങൾ, അതും ദുരൂഹമായ സാഹചര്യത്തിൽ, അത് വീടുകൾക്കുള്ളിൽ നടക്കുന്നു, അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ നടക്കുന്നു, കാറുകൾ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം ഇറാനിൽ കൃത്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് മൊസാദ് തലവനായ ഡേവിഡ് ബെർണിയ തന്നെ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ഇറാനിൽ ചില നാശനഷ്ടങ്ങൾ വരുത്തുന്നു എന്നാണ് പറയുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ ജെറുസലേം നടത്തിയ ആക്രമണങ്ങൾ അത് ഇനിയും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും.
അത് അവസാനിപ്പിച്ചിട്ടില്ലെന്നുമാണ് ഡേവിഡ് ബെർണിയ പറയുന്നത്. അതായത് ഇസ്രായേലും ഇറാനും തമ്മിൽ 12 ദിവസത്തെ യുദ്ധം നടന്നിരുന്നു. ഈ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ സേന പിൻവാങ്ങി അവർ യമനിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൂത്തികളുടെ മാത്രമല്ല ഹമാസിനെ തീർക്കാനായിട്ട് ഗസയിൽ പലസ്തീൻ മേഖലയിലേക്കൊക്കെ പോയി എന്നുള്ളത് വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വലിയ വലിയ തീപിടുത്തങ്ങൾ, സ്ഫോടനങ്ങളൊന്നും സൃഷ്ടിക്കാതെ ചെറിയ ചെറിയ അതിക്രമങ്ങളിലൂടെ, ചെറിയ ചെറിയ അറ്റാക്കിലൂടെ ഒരു സൈലൻറ്റ് വാറ് ഇസ്രയേൽ ഇറാനിൽ നടപ്പാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഇതിനെക്കുറിച്ച് കൃത്യമായ സംശയങ്ങളുണ്ട്. കാരണം വലിയ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഒന്നും നടത്താതെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തുന്നതോടുകൂടി ജനങ്ങൾ പരിഭ്രാന്തരായി. ഇപ്പോൾ ആളുകൾക്ക് വീട്ടിനുള്ളിൽ കഴിയാൻ പേടിയാണ്, ആളുകൾക്ക് ഫാക്ടറികളിൽ പണിയെടുക്കാൻ പേടിയാണ്, വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ പേടിയാണ്. വീട്ടിനുള്ളിലെ ഫ്രിഡ്ജ് പോലും പൊട്ടിത്തെറിക്കുമോ, ഇനി അവിടുത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എങ്ങനെ പൊട്ടിത്തെറിക്കും എന്ന ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ. ഇവരുടെ ഈ ആശങ്ക അകറ്റാൻ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർക്കോ IRGCക്കോ, എന്തിന് സാധാരണക്കാരെ ആശ്വസിപ്പിക്കേണ്ട ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർക്കോ ഒന്നും സാധിക്കുന്നില്ല. കാരണം എല്ലാവരും ഒരുപോലെ തന്നെ ഭയാശങ്കയിലാണ്. കാരണം ജനങ്ങൾ ഭയന്ന് കഴിയുക, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി അവരെ പിന്നീട് വലിയൊരു അത്യാപത്തിലേക്ക് കൊണ്ടുപോവുക, ഇത് മൊസാദിൻ്റെ മറ്റൊരു തന്ത്രമാകാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഒരു സൈലൻറ്റ് വാറ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ പുറത്തേക്ക് വരുന്നു. മാത്രമല്ല, ഡേവിഡ് ബെർണിയ കഴിഞ്ഞ മാസം ഒരു പ്രാദേശിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇറാനെ നന്നായി അറിയാം, അവിടുത്തെ എല്ലാ പദ്ധതികളും ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംസാരങ്ങളും ഈ അപ്രതീക്ഷിത സമയത്ത് ആക്രമണങ്ങൾ നടത്തുന്നതും എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ മൊസാദിൻ്റെ സാന്നിധ്യം കൃത്യമായിട്ടും ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. മാത്രവുമല്ല, ഇറാൻ നടത്തിയ അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവ് കണ്ടെത്താനോ എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അങ്ങനെ തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഒരു ആക്രമണ പരമ്പര തന്നെ അവിടെ നടത്തണമെങ്കിൽ അതിൽ മൊസാദിൻ്റെ കൈയുണ്ടാകും. കാരണം ലോകത്ത് ഇത്രയും ആസൂത്രിതമായി തന്ത്രപരമായി ഒരു ഓപ്പറേഷൻ നടത്താനുള്ള കഴിവ് ഇന്ന് മൊസാദിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡേവിഡ് ബെർണിയയുടെ പ്രസ്താവനകളെ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഒപ്പം തന്നെ ഓരോ ദിവസവും അവിടെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ, അതുപോലെ തന്നെ സ്ഫോടനങ്ങൾ, അപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാലപ്പഴക്കം മൂലം ഉണ്ടാകുന്നു എന്ന് ഔദ്യോഗികമായി അവർക്ക് പറയാമെങ്കിലും അതല്ല എന്ന് ഇറാൻ ഇപ്പോൾ ബോധ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നേരത്തെ ഹിസ്ബുള്ളയെ തീർക്കാൻ അവർ എങ്ങനെയാണോ പേജർ അറ്റാക്ക് നടത്തിയത്, അതിന് സമാനമായി ഇറാനിൽ ദുരൂഹ സാഹചര്യത്തിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ, തീപിടുത്തങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ട മൊസാദ് അത് പൂർത്തീകരിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാൻ സജ്ജമാണെന്ന്. അങ്ങനെ ഒരു മുന്നറിയിപ്പോടെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ, പൊട്ടിത്തെറികൾ, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള തീപിടുത്തം, അതുപോലെ തന്നെ കാറുകൾ പൊട്ടിത്തെറിക്കുന്നത്, ഇതൊക്കെ തന്നെ ദുരൂഹത ഉളവാക്കുന്നതാണ്. ഇനി മൊസാദിൻ്റെ സാന്നിധ്യമാണ് അവിടെ ഉണ്ടായതെങ്കിൽ അത് വലിയ വിനാശകരമായിരിക്കും ഇറാന് സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.